ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്. നീറ്റ് യു ജി റിസൾട്ട് വന്നു. നീറ്റ് യു ജി റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്ന ഒരു കാര്യമാണ് ബി ഡി എസിൻ്റെ സ്കോപ്സും അതുപോലെ തന്നെ ബി ഡി എസിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കോഴ്സിൻ്റെ സ്കോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ടൊന്നുമല്ല. നമ്മൾ ആ കോഴ്സിലോട്ട് വന്ന് നമ്മൾ ആ കോഴ്സിൽ ഓരോ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ആ കോഴ്സിന് സ്കോപ്പ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബി ഡി എസിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൻറ്റിസ്ട്രി എന്നുള്ള ഫീൽഡിന് ഡെഫിനറ്റ്ലി സ്കോപ്പ് ഉണ്ട്. നമ്മളുടെ സ്കോപ്പ് എന്താണ് ഡെൻറ്റിസ്ട്രിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തെല്ലാം പറയാൻ പറ്റില്ല, ലൈക്ക് ഇങ്ങനെ ഒരു കോഴ്സിന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 100% സ്കോപ്പായിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളത് എക്സ്പോസ് ചെയ്യുന്നതും നമ്മളതിൽ എത്രത്തോളം എക്സൽ ആവുന്നതനുസരിച്ച് തന്നെയാണ് സ്കോപ്പ് എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി, 4.5 വർഷം പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് എന്നുള്ളതാണ്. സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു സർജിക്കൽ ഫീൽഡാണ്. അല്ലെങ്കിൽ സർജറിയും അതുപോലെ തന്നെ കുറച്ചും കൂടി മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മേഖലയുടെ സ്കോപ്പിനെ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്രത്തോളം സ്കോപ്പ് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ല് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇതിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ കോഴ്സ് ചൂസ് ചെയ്യേണ്ട റീസൺ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്നത് ഗോൾ, അല്ലെങ്കിൽ നമ്മൾ ഗോൾ കറക്റ്റ് ആവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ വെച്ചാൽ, നമ്മളൊരു കോഴ്സിന് പോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ഗോൾ ഓറിയൻറ്റഡ് അല്ലാണ്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതൊരു സ്ട്രഗിൾ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ഡി എസ് പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക, അതിൻ്റെ കരിയർ പ്ലാനുകൾ മനസ്സിലാക്കുക, അതിൻ്റെ കരിക്കുലത്തെ മനസ്സിലാക്കുക. അങ്ങനെ രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ഡി എസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി ഒരിക്കലും ആ കോഴ്സിനെ അപ്രോച്ച് ചെയ്തത്, അത് ബി ഡി എസ് എന്നല്ല, ഏത് കോഴ്സാണെങ്കിലും അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ആ കോഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ ഉള്ളൊരു കാര്യം ബി ഡി എസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം സൊസൈറ്റിയിൽ അങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്കോപ്പ് ഇല്ലാത്ത കോഴ്സാണ്, അണ്ടർ പേ ആണ്. തീർച്ചയായിട്ടും കുറേ ആൾക്കാർ പഠിച്ചിറങ്ങുന്ന ഒരു കോഴ്സാണെന്നുള്ളതൊക്കെയാണ്, നാട്ടിൽ എവിടെ നോക്കിയാലും ഡെൻ്റൽ ക്ലിനിക്കാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ടൈക്കൂൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർ ഏതൊരു പാത്വേയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഇതിൽ സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഒരു കോയിൻ്റെ 2 സൈഡ് പോലെ തന്നെയാണ്. അതിന് പോസിറ്റീവ് സൈഡുകളും ഉണ്ടാവും, നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പോസിറ്റീവുകൾ മാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ്സിന് നിങ്ങളെ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഈ നമുക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമുക്ക് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ കരിയർ പാത്താണ്. അതായത് നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന് ഒരു 4 ഡിവിഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കരിയർ പാത്തുകളാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള കരിയർ പാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് യൂഷ്വലി എല്ലാ ഡെൻറ്റിസ്റ്റുകളും ചെയ്യുന്നത്. ഇതിന് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓണായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങൾ അണ്ടറിൽ വർക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെരി ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഈ ഒരു കരിയർ പാത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓണായിട്ടൊരു ക്ലിനിക്കൽ സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന അപ്പോയിൻമെൻറ്റ്സ്, നിങ്ങൾ വരുന്ന പേഷ്യൻസ്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു അപ്പോയിൻമെൻറ്റ്സിന് കറക്റ്റായിട്ട് മൊഡ്യൂൾ ചെയ്ത്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതും ഭയങ്കര എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പ്രോപ്പറായിട്ടുള്ള വർക്ക് ലൈഫ് ഷെഡ്യൂൾ, അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത്
ഏതൊരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ട്രഡീഷണൽ കരിയർ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവർ അണ്ടറിലായി പോകുന്നു എന്നുള്ള ഒരു കാര്യം ഒരു ഡ്രോബാക്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ അത്രത്തോളം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും വെരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് നിങ്ങൾ മാറാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് BDS 4.5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. BDSൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9 ഡിഫറൻറ്റ് സ്പെഷ്യാലിറ്റികളുണ്ട്. നമ്മൾ MBBSൽ പറയുന്ന പോലെ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി അല്ലെങ്കിൽ ഓർത്തോപെഡിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ BDSലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 9 സ്പെഷ്യാലിറ്റികളുണ്ട്. ഈ ഒരു സ്പെഷ്യാലിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. നമുക്ക് ഓരോ ഏരിയയിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസും ബാക്കി കാര്യങ്ങളും വളരെ ആക്റ്റീവ്ലി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഒരു യൂഷ്വൽ BDS കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റെക്കഗ്നൈസേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. 9 സ്പെഷ്യാലിറ്റികളുണ്ട്. അത് ഇൻക്ലൂഡിങ് സർജറി അടക്കമുള്ള ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി അടക്കമുള്ള മേഖലകൾ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വളരെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഓപ്ഷനാണ് നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എമർജിങ് കരിയർ ഓപ്ഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഡെന്റിസ്ട്രിയിലുള്ള പുതിയ മേഖലകളെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡെന്റൽ ഹെൽത്ത് ഇൻഡസ്ട്രി, ലൈക്ക് പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഡെന്റൽ ടൂറിസം, അതുപോലെ തന്നെ ഡെന്റൽ എൻ്റർപ്രണർഷിപ്പ്, അങ്ങനത്തെ പല രീതികളിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. കുറച്ചും കൂടിയും സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡെന്റൽ മാനേജ്മെൻറ്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഈ ഏരിയയിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ ആയി ഇങ്ങനത്തെ ഏരിയയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് ഒതൻറ്റിസിറ്റിയും അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മേഖല ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടൊരു പേഴ്സൺ ആണ്, കുറച്ചും കൂടിയും സോഷ്യൽ വർക്കിംഗ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് നിങ്ങളുടെ ആ BDS ഡിഗ്രി എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് നാലാമതായിട്ടൊരു ഏരിയ പറയുകയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഡെന്റിസ്ട്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെറിയ കുറേ എസ്തെറ്റിക് കോഴ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ വർക്ക്ഷോപ്പ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ അഞ്ചാമത്തെ ഒരു ഏരിയ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പുറത്തോട്ട് പോകാനുള്ള ഓപ്ഷൻസ്, ലൈക്ക് GCC പോലത്തെ അല്ലെങ്കിൽ UK പോലത്തെ അല്ലെങ്കിൽ US പോലത്തെ കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ കോഴ്സ് കഴിഞ്ഞ് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓരോ രാജ്യങ്ങളും കൽപ്പിക്കുന്ന എക്സാമുകൾ, ലൈക്ക് നമ്മുടെ നാട്ടിലെ PSC എക്സാമുകൾ പോലെ തന്നെ ഓരോ രാജ്യം കൽപ്പിക്കുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ വർക്കിംഗ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് മേഖലയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഡെന്റിസ്ട്രി എന്നുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ എന്നുള്ള ഒരു ഫീലും വളരെ ആക്റ്റീവ്ലി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. നമ്മളൊരു പേഷ്യൻറ്റിനെ കിട്ടുന്നു, നമുക്ക് ലൈവ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ആ പേഷ്യൻസിൻ്റെ ഇഷ്യൂസിനെ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടൊരു കാര്യം എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അതിൽ എത്രത്തോളം ഫിറ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അല്ലാണ്ട് നിങ്ങൾ ഇതിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചതുകൊണ്ട് സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിലുപരിയായിട്ട് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ അതിൽ എത്രത്തോളം ഫിറ്റാണ്, ഞാൻ ഈ ഒരു മേഖല ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും BDS പോലത്തെ അല്ലെങ്കിൽ ഡെന്റിസ്ട്രി പോലത്തെ വാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്കോപ്പുകളുള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മേഖല നിങ്ങൾ ചൂസ് ചെയ്യുക, പ്രോപ്പർ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുക. ഒരിക്കലും കോഴ്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വളരെ വലിയൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിലോട്ട് പോകണം എന്നുള്ളതിലുപരിയായിട്ട് ചിന്തിക്കുന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പ്രോപ്പർ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് BDS.